ഹലോ നമസ്കാരം. ഞാൻ ശാന്തകുമാരി, കുവൈറ്റ്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ വന്നത് ഫേസ്ബുക്കിൽ നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ശവം കൊണ്ടുപോകുന്ന ഭാഗത്ത് വേസ്റ്റുകൾ, അതായത് ഹോസ്പിറ്റലിലെ സാധനങ്ങൾ ഒരു സൈഡിലിട്ടിരിക്കുന്നു. ബോഡി കൊണ്ടുപോകുന്ന ഒരു ഭാഗത്തൂടെ ബോഡി കൊണ്ടുപോകുന്നു. ആംബുലൻസ് അതിൻ്റെ അടുത്ത് നിൽക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ ആംബുലൻസിലെ ഡ്രൈവറാണ് സംസാരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളുടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിലത്തെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ, ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ പോലും വില കൽപ്പിക്കാതെ ഹോസ്പിറ്റലുകളിൽ കാലിൽ വെക്കേണ്ടത് കയ്യിൽ വയ്ക്കുന്നു, കയ്യിൽ വയറിൽ ചെയ്യേണ്ടത് നാവിൽ ചെയ്യുന്നു. അങ്ങനെ പല 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 കാര്യങ്ങൾ. വിരലിൽ 6 വിരൽ ഓപ്പറേഷൻ, 6-ാം വിരൽ ഓപ്പറേഷൻ കഴിക്കാൻ വന്ന കുട്ടിക്ക് നാക്കിൻ്റെ അടിയിൽ ചെയ്യുന്നു. അപ്പോൾ ഈ ആംബുലൻസിലെ ഡ്രൈവർ പറഞ്ഞത് ഒരു പരാതിയാണെങ്കിൽ പോലും ഞാൻ പറയുന്നത്, ഇന്നത്തെ കാലത്ത് ആരോടും ആ ഒരു പരാതി പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം നമ്മളിൻ്റെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം, അതിൽ നമ്മുടെ കേരളം എന്ന സംസ്ഥാനം അത്രയും അധംപതിച്ച് പോയി കഴിഞ്ഞു. ഇനി ഏത് സർക്കാർ വന്നാലും ഇതൊക്കെ തന്നെയാണ് നടക്കാൻ പോകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ജീവിച്ചിരിക്കുന്ന മനുഷ്യന് വില കൽപ്പിക്കാതെ ഓരോന്നും ചെയ്യുന്ന സംസ്ഥാനത്തിലത്തെ ഒരു സർക്കാരിനോട് ആംബുലൻസ് ബോഡി കൊണ്ടുപോകണ ഭാഗത്ത് ഇങ്ങനെയാണ് അവസ്ഥ എന്ന് പറഞ്ഞിട്ട് ചെവി കൊടുക്കാൻ പോകുന്നുണ്ടോ? പിന്നെ ഒരു കാര്യം കൂടി, ICUവിൽ കിടക്കുന്ന ഒരു സ്ത്രീനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് ഒരാശുപത്രിയിൽ നടക്കേണ്ട കാര്യമാണോ? അങ്ങനെ എത്ര പിന്നെ കാര്യങ്ങളാണ് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും നടക്കുന്നു. നമ്മളിതിലത്തെ 4-ലെ 1 ഭാഗമേ അറിയുന്നുള്ളൂ. ജനങ്ങൾ എത്രയോ നടക്കുന്നുണ്ട്. ഒരുപാട്. ആര് പ്രതികരിക്കാൻ? രാഷ്ട്രീയക്കാർ വന്ന് ഓരോന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നാലെ കുറേ വിഡ്ഢികൾ തലയാട്ടാനും കൈയടിക്കാനും അതിന് പ്രോത്സാഹനം കൊടുക്കാനും കുറേ വിഡ്ഢികൾ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ആരോഗ്യവകുപ്പിനോട് പറഞ്ഞിട്ടും കാര്യമില്ല, കേരളം ഭരിക്കുന്നവരിനോട് പറഞ്ഞിട്ട് കാര്യമില്ല, ആരിനോടും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളാരെങ്കിലും പ്രതികരിക്കാൻ പോയാൽ നമ്മൾ പാർട്ടിക്കാരനെ പറഞ്ഞു, ഭരണപക്ഷത്തിന് പറഞ്ഞു, പ്രതിപക്ഷത്തിന് പറഞ്ഞു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിനെ പറഞ്ഞു എന്നും പറഞ്ഞ് നമ്മളെ കൊണ്ടുപോയിട്ട് കേസിട്ടിട്ട് അവർ നമ്മളെ ജയിലിലേക്കാക്കും. ഇതാണ് നടന്നുകൊണ്ട് വരുന്നത്. അപ്പോൾ എന്തിനാണ് നമ്മൾ കണ്ടാൽ ഒരാൾ പ്രതികരിച്ചത് കൊണ്ട് നമ്മുടെ കേരളം നേരാകുമോ? ഇല്ലെങ്കിൽ ഇന്ത്യ നേരാകുമോ? ഒരിക്കലുമില്ല. ആരോഗ്യവകുപ്പിൽ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നടക്കുന്നത്, എന്തെല്ലാം. അപ്പോൾ ഞാനും കുറേ പ്രതികരിക്കുന്നുണ്ട്, ഞാനും വീഡിയോ ഇടുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ ആര് ചെവി കൊള്ളാൻ? വല്ലവരും ചെവി കൊള്ളാൻ പോകുന്നുണ്ടോ? അവനവൻ്റെ പാർട്ടി ഭരിക്കുന്നവരിൻ്റെ കുടുംബം നേരാകുന്നുണ്ട്, രാഷ്ട്രീയക്കാർ നേരാകുന്നുണ്ട്, അവരുടെ മക്കൾ നേരാകുന്നുണ്ട്, അവരുടെ മക്കൾ വിദേശത്ത് പോയി പഠിക്കുന്നുണ്ട്, അവർക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ അവർ വെളിയിൽ പോയി നോക്കുന്നു. നമ്മളുടെ പാവപ്പെട്ടവർക്ക് വേറെ വഴിയില്ല. അപ്പോൾ മെഡിക്കൽ കോളേജിൽ പോയല്ലേ പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ ഈ മരിച്ച് ജീവൻ പോയി കഴിഞ്ഞ ഒരു ബോഡിയോട് എന്തെങ്കിലും മര്യാദ കാണിക്കണമെന്നുണ്ടോ? പറയ്. നമ്മൾക്ക് നമ്മുടെ ആരെങ്കിലും, ഇല്ലെങ്കിൽ നമ്മൾക്ക് ആരെങ്കിലും മരിക്കുന്നു പറയുമ്പോൾ ഉള്ള ഒരു വിഷമമാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഭരണപക്ഷത്തിൽ ഭരിക്കുന്നവർക്കും അവർക്കൊന്നും അത് ചിന്തിക്കേണ്ട. ആരോ മരിക്കുന്നു, ആരോ പോകുന്നു, അതിന് അവരെന്ത് ചെയ്യാൻ പറ്റും? ഇത്രയൊക്കെ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അവരിൻ്റെ കുടുംബം നേരാക്കും, അവരുടെ മക്കൾ നേരാക്കും, അവരുടെ പേരക്കുട്ടികൾ നേരാക്കും, അവരുടെ തലമുറയ്ക്ക് ജീവിക്കേണ്ടത് അവരുണ്ടാക്കും.
നമ്മളെ പോലെയുള്ളവർ നികുതി അടച്ച് നമ്മുടെ പൈസയും പോയി ഇതുപോലെ ജീവിക്കേണ്ടി വരും മരിക്കുന്നവരെ. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? എന്തിനെങ്കിലും ഒരു വില കുറവുണ്ടോ ഈ ജീവിതത്തിൽ? മനുഷ്യന് എന്തെന്ത് സമ്പാദിച്ചാലും വല്ലതും കാണുന്നുണ്ടോ? ഉണ്ടോ? എന്തിനാ വില കുറവുള്ളത്? എന്തിനെങ്കിലും ഉണ്ടോ? ഒരു മനുഷ്യന് ഭക്ഷിക്കുന്ന ഏതെങ്കിലും ഒരു സാധനത്തിന് വില കുറവുണ്ട് എന്ന് ഈ സർക്കാർ ഒന്ന് പറയാൻ പറയേ. നമ്മളെപ്പോലെയുള്ള പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ വലിയ പാടാണ് ഈ ലോകത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും പ്രതികരിച്ചിട്ട് വലിയ കാര്യമില്ല. ആംബുലൻസിലെ ഡ്രൈവർ ചേട്ടാ. ഓക്കെ, ബായ്. ശാന്തകുമാരി, കുവൈറ്റ്.